കേരള നവോത്ഥാനത്തിൻ്റെ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഏടാണ് ആലുവ അദ്വൈതാശ്രമം എന്ന് പറയുന്നത്. നമുക്കറിയാം, സർവമത സമ്മേളനം നടന്ന ഒരു ഭൂമിയാണത്. ഗുരുദേവൻ നടന്ന മണ്ണാണത്. അപ്പോൾ അങ്ങനെ ഒരു ദിവ്യ ഭൂമിക്ക് നേരെ ഗുരുദേവൻ്റെ ജയന്തി ദിവസം തന്നെ നടന്ന ഒരു അനീതി, അത് അനീതി എന്ന് പറയുമ്പോൾ അത് ചെറുതായി പോകും. അത്തരത്തിൽ ഉള്ള ഒരു ഗുരുനിന്ദ തന്നെയാണ് കാണിച്ചതെന്ന് പറയേണ്ടി വരും. കാരണം അവിടെ ഈ ഒരു നിയമമുണ്ടത്രേ, അതായത് ഈ പൊതുനിരത്തിൽ ബോർഡുകളും കൊടികളും ഒന്നും സ്ഥാപിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ആ നിയമമുള്ളത് കൊണ്ട് ആ നിയമം അത്രയും കർശനമായി പാലിക്കണമെന്നുള്ള ഒരു നിർബന്ധമുള്ള ഒരു മുനിസിപ്പാലിറ്റി, ആലുവ മുനിസിപ്പാലിറ്റി അവിടെ വന്ന് അദ്വൈതാശ്രമ വളപ്പിൽ സ്ഥാപിച്ചിരുന്ന പതാകകളും ബോർഡും ഒക്കെ നശിപ്പിച്ച് എന്നൊരു വാർത്ത വന്നിരുന്നു. അത് ഞെട്ടലോടെയാണ് കേരള സമൂഹം അന്ന് കണ്ടിരുന്നത്. അതിനുശേഷം ഈ പിഴുതെറിഞ്ഞ കൊടികളും മറ്റും സമീപത്തുള്ള നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള മലിനജല സംസ്കരണ പ്ലാന്റിലെ മാലിന്യങ്ങളിലേക്ക് തള്ളിയതായിട്ടാണ് പിന്നീട് അറിഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ആക്രമം ഇത് കാണിക്കാനുള്ള പ്രകോപനം, അല്ലെങ്കിൽ എന്താണ് അതിനുള്ള എങ്ങനെയാണ് ധൈര്യം ഇവർക്ക്, ഈ മുനിസിപ്പാലിറ്റി, അതായത് നമുക്കറിയാം നമ്മുടെ ധർമ്മവും സംസ്കാരവും എല്ലാം സംരക്ഷിക്കേണ്ടവർ നമ്മളെ ശിക്ഷിക്കുന്ന രീതിയിലേക്ക് മാറുന്നതിനുള്ള കാരണം എന്താണ് സ്വാമിജി? ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ട്. പൊതു ഇടങ്ങളിൽ ബോർഡുകളും തോരണങ്ങളും കൊടികളും ഒന്നും സ്ഥാപിക്കുവാൻ പാടില്ല എന്നുള്ളത്. കോടതിയുടെ ഈ ഉത്തരവിനെ അദ്വൈതാശ്രമം അങ്ങേയറ്റം മാനിക്കുന്നു, അതനുസരിക്കുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചത് പൊതു ഇടങ്ങളിൽ വെച്ച കൊടിയല്ല മുനിസിപ്പാലിറ്റി എടുത്തു മാറ്റിയത് എന്നുള്ളതാണ്. ആലുവ മുനിസിപ്പാലിറ്റി കഴിഞ്ഞ കുറേ കാലമായിട്ട് അദ്വൈതാശ്രമത്തോട് മാത്രമല്ല ഗുരുദേവ പ്രസ്ഥാനത്തോട് പൊതുവെ വലിയ ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പിന്നീട് പറയാം. ഇവിടെ ഇപ്പോൾ സംഭവിച്ചത്, ആശ്രമത്തിൻ്റെ വളപ്പിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ 171ാമത് ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ആലുവ അദ്വൈതാശ്രമവും ആലുവ SNDP യൂണിയനും ഒന്നിച്ച് ചേർന്നാണ് ഈ ആഘോഷം നടത്തിയത്. അപ്പോൾ SNDP യൂണിയൻ്റെ പ്രവർത്തകർ ആശ്രമം കോമ്പൗണ്ടിൽ ആശ്രമ മതിലിൻ്റെ മുകളിൽ കുറേ കൊടികൾ കെട്ടിയിരുന്നു. അതോടൊപ്പം ആശ്രമത്തിൻ്റെ ഗോപുരത്തോട് ചേർന്ന്, അതും ആശ്രമം കോമ്പൗണ്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്, അവിടെ ജയന്തിയുടെ പരിപാടികൾ ആലേഖനം ചെയ്ത ഒരു ബോർഡും സ്ഥാപിച്ചിരുന്നു. ആശ്രമത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആ ഭൂമിയും അദ്വൈതാശ്രമത്തിൻ്റെ തന്നെയാണ്. അവിടെയാണ് ആശ്രമത്തിൻ്റെ നഴ്സറി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സ്കൂളിൻ്റെ ഒരു ബോർഡും ഈ മതിലിന് മുകളിൽ വെച്ചിരുന്നു. ആ മതിലിന് മുകളിൽ കമ്പിവേലി കെട്ടിയിരുന്നിടത്തും ഏതാനും കൊടികൾ സ്ഥാപിച്ചിരുന്നു. ആലുവ മുനിസിപ്പാലിറ്റിയിലെ 2 ജീവനക്കാർ, അതിൽ ഒരാളുടെ പേര് അജിത് കുമാർ എന്നും മറ്റൊരാളുടെ പേര് കവിത എന്നുമാണ്. ഈ 2 ജീവനക്കാർ അവിടെ വരികയും ഒരു കണ്ടിൻജൻസി ജീവനക്കാരനും ഒപ്പം ഉണ്ടായിരുന്നു. അയാളെ കൊണ്ട് ഈ കൊടികൾ മുഴുവൻ എടുപ്പിച്ച് വലിച്ചെറിഞ്ഞ് കളയുകയുമാണ് ചെയ്തത്. അവർ മുൻകൂട്ടി ഒരു അറിയിപ്പ് നമുക്ക് തന്നിട്ടില്ല. തന്നിരുന്നുവെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാമായിരുന്നു. മാറ്റേണ്ട ആവശ്യമില്ല. വാസ്തവത്തിൽ നമ്മുടെ കോമ്പൗണ്ടിൽ എന്തും സ്ഥാപിക്കുന്നതിന് നമുക്ക് അവകാശമുണ്ട്. അതിന് കോടതിയുടെ ഒരു വിലക്കുമില്ല. എങ്കിലും അവർ മുൻകൂട്ടിയെ നമ്മളെ അറിയിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. അത് ചെയ്തില്ല. വന്നിട്ടൊരു പ്രകോപനവുമില്ലാതെ പെട്ടെന്ന് തന്നെ ഈ കൊടികളൊക്കെ എടുക്കുക, അതൊക്കെ പറമ്പിലേക്ക് വലിച്ചെറിയുക. അവിടെ സ്ഥാപിച്ച ബോർഡുകളെല്ലാം ഗുരുവിൻ്റെ ചിത്രം ആലേഖനം ചെയ്ത ബോർഡാണ് തലകീഴായിട്ട് മറച്ചിടുക. ഇതൊക്കെയാണ് മുനിസിപ്പൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ വളരെ പ്രകോപനപരമായിട്ടുള്ളൊരു നടപടി. അപ്പോൾ ആശ്രമത്തിലെ സെക്യൂരിറ്റിക്കാരൻ ഇത് ചെന്ന് തടയാൻ ശ്രമിക്കുകയും എന്നാൽ അയാളുടെ വാദങ്ങളെ ഒന്നും മാനിക്കാതെയാണ് മുനിസിപ്പൽ ജീവനക്കാർ ഇപ്രകാരം വളരെ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടുള്ളൊരു പ്രവർത്തനം നടത്തിയത്. അന്ന് ഈ അവരുടെ ഒരു പ്രകോപനപരമായ പ്രവർത്തനത്തോട് പ്രതികരിച്ചുകൊണ്ട് SNDP യോഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ആശ്രമ ബന്ധുക്കളെല്ലാം ചേർന്ന് മുനിസിപ്പൽ ഓഫീസിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് വളരെ സമാധാനപരമായി നടത്തി തിരിച്ചു പോകും.
എന്നാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പ്രവർത്തകരും മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് മുനിസിപ്പൽ ഓഫീസിലേക്ക് കയറി ചെല്ലുകയും അവിടെ അവർ ഒരു ചെറിയ പിക്കറ്റിംഗ് ഒക്കെ നടത്തുകയും പോലീസുകാർ അത് നീക്കം ചെയ്യുകയും ചെയ്തു. അപ്പോൾ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വളരെ ശക്തമായ എതിർപ്പാണ് ആലുവ മുനിസിപ്പാലിറ്റിക്ക് നേരെ ഉയർന്നിരിക്കുന്നത്. ഇത് ശരിയാവണ്ണം തിരിച്ചറിയാനായിട്ട് ആലുവ മുനിസിപ്പൽ അധികൃതർ തയ്യാറാകേണ്ടതാണ്. ഇത് ഈ അടുത്ത കാലത്ത് തുടങ്ങിയ ഒരു കാര്യമല്ല. കഴിഞ്ഞ കുറേ കാലമായിട്ട് ആശ്രമത്തിൻ്റെ ഭൂമി കയ്യേറാനായിട്ട് ശ്രമിക്കുക, അവിടെ സ്ഥാപിച്ചിരിക്കുന്ന മലിനജല ശുദ്ധീകരണ പ്ലാന്റ് അതൊരു കാലത്തും നേരാവണ്ണം പ്രവർത്തിച്ചിട്ടില്ല. മുനിസിപ്പാലിറ്റിയുടെ ലക്ഷക്കണക്കിന് രൂപ വെറുതെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരേർപ്പാടാണ്. അവിടെ മലിനജലം നാളിതുവരെ ശുദ്ധീകരിച്ച് ആലുവ പുഴയിലേക്ക് ഒഴുക്കിയിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപ ഇതിൻ്റെ മറവിൽ കൊള്ള ചെയ്യാൻ മാത്രമുള്ള ഒരു സ്ഥാപനമായിട്ടാണ് അത് നിൽക്കുന്നത്. അപ്പോൾ അത് സ്ഥാപിക്കുന്നതിന് ആശ്രമത്തിൻ്റെ സ്ഥലം കയ്യേറുക, അങ്ങോട്ടുള്ള റോഡ് തങ്ങളുടെ അസറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി തങ്ങളുടേതാണെന്ന് സ്ഥാപിക്കുവാനായിട്ടുള്ള ശ്രമം നടത്തുക, ഇതൊക്കെ ആലുവ മുനിസിപ്പാലിറ്റി നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, പ്രവർത്തനരഹിതമായി കിടക്കുന്ന ആ പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമാക്കിയും മാറ്റിയിരിക്കുകയാണ്. അത് തടയുന്നതിനും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും സ്വീകരിക്കപ്പെട്ടിട്ടില്ല. അതും മാത്രമല്ല, ശ്രീനാരായണ ഗുരുദേവൻ 1912 അദ്വൈതാശ്രമം സ്ഥാപിച്ചപ്പോൾ അതോട് ചേർന്നൊരു സംസ്കൃത വിദ്യാലയവും ഗുരു സ്ഥാപിച്ചിരുന്നു. 1914 കൂടിയാണ് സംസ്കൃത വിദ്യാലയത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ജാതി മതഭേദമന്യേ എല്ലാ കുട്ടികൾക്കും പഠിക്കാനായിട്ടുള്ള ഒരു സ്ഥാപനം എന്നുള്ള നിലയിലാണ് ഗുരു ഈ സംസ്കൃത വിദ്യാലയം അക്കാലത്ത് ആരംഭിച്ചത്. അവിടെ ഏറ്റവും പ്രഗത്ഭരായ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെ പോലെയുള്ള വലിയ ചിന്തകന്മാരും ആത്മാനന്ദ സ്വാമിയെ പോലെയുള്ള വലിയ സംസ്കൃത പണ്ഡിതരും സത്യവ്രത സ്വാമിയെ പോലെയുള്ള വലിയ പ്രസംഗകരും ഒക്കെ അവിടുത്തെ അധ്യാപകരായിരുന്നു. കേരളീയ സമൂഹത്തിന് വളരെ ഉന്നതന്മാരായിട്ടുള്ള വ്യക്തികളെ സംഭാവന ചെയ്യാൻ ഈ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ഗുരു സ്ഥാപിച്ച ആ സ്കൂൾ കെട്ടിടം, ഗുരു പണം പിരിച്ച് പണിത ആ സ്കൂൾ കെട്ടിടം ഇന്ന് പൊളിച്ച് കളയാനായിട്ട് പറഞ്ഞുകൊണ്ട് ആലുവ മുനിസിപ്പാലിറ്റി നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ചരിത്രപരമായും സാംസ്കാരികമായും വലിയ പ്രാധാന്യമുള്ള ഒരു കെട്ടിടമാണ് അതെന്ന് ഓർക്കണം. അവിടെ ഇരുന്നു കൊണ്ടാണ് മഹാകവി കുമാരനാശാൻ ദുരവസ്ഥ എഴുതിയത്. അപ്പോൾ അത്രയേറെ സാംസ്കാരിക പ്രാധാന്യമുള്ള പറയുന്ന കാരണം എന്താണ്? അതിന് അവർ ഒരു പുതിയ ബിൽഡിംഗ് അവിടെ നിർമ്മിച്ചതിന് അതിന് നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് പൊളിച്ചു കളയണമെന്നാണ് പറയുന്നത്. ഇതൊരു ചരിത്ര സ്മാരകമാണത്. ആ ചരിത്ര സ്മാരകമായി നിലനിർത്താൻ ശ്രമിക്കാതെ ഗുരുവുമായി ബന്ധപ്പെട്ട എല്ലാ അടയാളങ്ങളും മായ്ച്ചു കളയണം എന്നും ഗുരുവിൻ്റെ ആശ്രമഭൂമി വരെ കയ്യേറിക്കൊണ്ട് തങ്ങളുടെ പൊതു സ്വത്താക്കി മാറ്റണമെന്നും ഒക്കെയാണ് ആലുവ മുനിസിപ്പൽ അധികൃതർ ഇപ്പോൾ അവരുടെ പ്രവർത്തനത്തിലൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ മലിനീകരണ പ്ലാന്റിൽ അവിടെ ഒരാളെ ചുമതലപ്പെടുത്തിയിരുന്നതായിട്ട് പറയുന്നുണ്ട്. അത് മുനിസിപ്പൽ ചെയർമാനോട് ചോദിച്ചപ്പോൾ അവിടെ ആരെയും തങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നാണ് കാവൽക്കാരനായിട്ട് പറഞ്ഞത്. എന്നാൽ വാർഡ് കൗൺസിലറായിട്ടുള്ള ശ്രീ ജയകുമാറിനെ വിളിച്ചു ചോദിച്ചപ്പോൾ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരാൾ അവിടെ നിർത്തിയിട്ടുള്ളതായി ജയകുമാർ പറഞ്ഞു. അപ്പോൾ ജയകുമാർ ഇത് പറഞ്ഞപ്പോൾ മുനിസിപ്പൽ ചെയർമാൻ 10-20 കൊല്ലമായിട്ട് അവിടെ താമസിക്കുന്ന ഒരാളെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞത് നുണ പറഞ്ഞതാണോ അതോ അറിയാതെ പറഞ്ഞതാണോ എന്നെനിക്കറിയില്ല. ഏതായാലും അയാൾ എല്ലാവിധ സാമൂഹ്യ തിന്മകളുടെയും ഒരു മൂർത്തി രൂപമാണ്. വൈകുന്നേരങ്ങൾ ആയിക്കഴിഞ്ഞാൽ അവിടെ ഈ സെക്സ് വർക്കേഴ്സിൻ്റെ ഒരു വിഹാര കേന്ദ്രമാക്കി അത് മാറ്റിയിരിക്കുന്നു. അതോടൊപ്പം മയക്കുമരുന്ന് കച്ചവടം അവിടെ തകൃതിയായി നടക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ അയ്യപ്പൻ എന്ന് പറയുന്ന അവിടുത്തെ ഈ കാവൽക്കാരൻ സന്ധ്യാസമയത്ത് അദ്വൈതാശ്രമത്തിൽ ദീപാരാധന നടക്കുന്ന സമയത്ത്, വൈകുന്നേരം ദീപാരാധന നടക്കുന്ന സമയത്ത് അയാളവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുകയും അതിൽ നിന്ന് ഉയർന്ന പുക ശ്വസിച്ച് അവിടെ നിൽക്കുന്നവർക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുകയും ചെയ്തപ്പോൾ
ആശ്രമത്തിലെ അന്തേവാസിയായ സജീവ് എന്ന പേരായിട്ടുള്ള ആള് അവിടെ ചെന്ന് താൻ എന്താണ് ഈ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഈ അയ്യപ്പൻ ഉടനെ പോയൊരു വെട്ടുകത്തി എടുത്തുകൊണ്ട് വന്ന് വധഭീഷണി മുഴക്കുകയാണ് ചെയ്തത്. ഇത് പോലീസിൽ അറിയിച്ചു. പോലീസ് വന്നു. പോലീസ് വന്ന് അയ്യപ്പനെ അവിടെ നിന്ന് പുറത്താക്കി. അപ്പോൾ അയ്യപ്പൻ താമസിക്കുന്ന മലിനജല ശുദ്ധീകരണ പ്ലാന്റിലെ മുറിയിൽ കയറി നോക്കിയപ്പോൾ അവിടെ മദ്യക്കുപ്പികൾ നിരന്നിരിക്കുന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. അതുപോലെ മയക്കുമരുന്ന് എല്ലാം അവിടെയുണ്ട്. ചാരായം വാറ്റുന്നതിനുള്ള പാത്രങ്ങൾ വരെ അവിടെ കണ്ടെടുക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയേറെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്താക്കി, അറസ്റ്റ് ചെയ്തിട്ടില്ല, കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവിധത്തിലും ആശ്രമത്തിൻ്റെ പരിശുദ്ധിയെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുകയാണ് ആലുവ മുനിസിപ്പാലിറ്റി ചെയ്യുന്നത്. ഇനി മുനിസിപ്പാലിറ്റി അറിഞ്ഞുകൊണ്ടാണോ ചെയ്തതെന്ന് അറിയില്ല. ഈ അയ്യപ്പനെ അവിടെ നിന്ന് പുറത്താക്കിയ അതേ രാത്രി തന്നെ ആലുവ ആശ്രമത്തിൻ്റെ തൊട്ടു മുൻപിലുള്ള ഓടയിൽ കൊണ്ടുവന്ന് കക്കൂസ് മാലിന്യം വരെ തള്ളുകയുണ്ടായി. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നിട്ട് ഇതിനെ തടയുന്നതിനോ ആശ്രമത്തിന് അനുകൂലമായി നിൽക്കുന്നതിനോ അല്ല മുനിസിപ്പാലിറ്റി ശ്രമിക്കുന്നത്. ഏതെല്ലാം വിധത്തിൽ ശ്രീനാരായണ ഗുരുവിനെയും ഗുരുവിൻ്റെ പ്രസ്ഥാനത്തെയും ദ്രോഹിക്കാമെന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പോൾ കൊടിയെടുത്ത് എറിയുക എന്നൊക്കെ പറഞ്ഞാൽ മഞ്ഞ നിറത്തിലുള്ള ഒരു കൊടി, പീതപതാക. ഈ പീതപതാക വാസ്തവത്തിൽ പ്രതിനിധാനം ചെയ്യുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ മഹനീയമായിട്ടുള്ള ദർശനത്തെയാണ്. അപ്പോൾ അത് കേവലം ഒരു തുണിക്കഷ്ണമല്ല, അതൊരു പ്രതീകമാണ്. ഒരാശയത്തിൻ്റെ, മഹനീയമായിട്ടുള്ളൊരാശയത്തിൻ്റെ പ്രതീകത്തെ ഇപ്രകാരം നിന്ദിക്കുന്ന പ്രവൃത്തി ചെയ്തിട്ടും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, അവരെ രക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനമാണ് ആലുവ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ എം.ഒ. ജോൺ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. യു ഡി എഫിൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ് ശ്രീ എം.ഒ. ജോൺ. അപ്പോൾ ഇത് തെളിയിക്കുന്ന ഒരു കാര്യം അറിയാൻ കഴിഞ്ഞത്, കഴിഞ്ഞ ദിവസം ഈ വിഷയം ചർച്ച ചെയ്യാനായിട്ട് ആലുവ മുനിസിപ്പൽ കൗൺസിൽ യോഗം ചേർന്നു. അപ്പോൾ കൗൺസിൽ യോഗത്തിന് ആലുവ മുനിസിപ്പൽ കൗൺസിലർമാർക്ക് അയച്ച നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് അദ്വൈതാശ്രമത്തിന് പുറത്ത് സ്ഥാപിച്ച കൊടിയും ബോർഡും ഉദ്യോഗസ്ഥർ എടുത്ത് മാറ്റി എന്നാണ്. അവിടെ തന്നെ ഈ ഉദ്യോഗസ്ഥരെ രക്ഷിക്കാനായിട്ടുള്ള ശ്രമമാണ് നടന്നിരിക്കുന്നത്. കാരണം പുറത്തല്ല സ്ഥാപിച്ചിരുന്നത്, അകത്താണ് സ്ഥാപിച്ചത്. ആ നോട്ടീസ് വാസ്തവത്തിൽ എഴുതേണ്ടിയിരുന്നത് അദ്വൈതാശ്രമത്തിനകത്ത് സ്ഥാപിച്ചിരുന്ന കൊടിതോരണങ്ങൾ എടുത്തു മാറ്റിയ ഉദ്യോഗസ്ഥരുടെ നടപടിയെക്കുറിച്ച് ആലോചിക്കുന്നതിന് എന്നായിരുന്നു. അവിടെയും ശ്രീ എം.ഒ. ജോൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഗുരുതരമായിട്ടുള്ള തെറ്റ് ചെയ്ത്, ഒരുപക്ഷെ അത് വലിയൊരു സമുദായ കലാപമായി വരെ പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുള്ള ഗുരുതരമായ തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിനുള്ള സമീപനമാണ് ശ്രീ എം.ഒ. ജോൺ സ്വീകരിച്ചിരിക്കുന്നത്. ഇതാണ് ഈ സമീപകാലത്ത് അദ്വൈതാശ്രമത്തിൽ നടന്ന ഏറ്റവും ഖേദകരമായിട്ടുള്ളൊരു സംഭവം. ഇതിൽ ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. ഇത് ഇപ്പോൾ ഈ അയ്യപ്പൻ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ ഈ അയ്യപ്പൻ ഈ പറയുന്ന മുനിസിപ്പാലിറ്റി രണ്ട് പേരുടെ പേര് പറഞ്ഞായിരുന്നല്ലോ, അജിത് കുമാറും അല്ലേ കവിത. അവരുമായിട്ട് എന്തെങ്കിലും രാഷ്ട്രീയ ബന്ധം അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല. അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ആൻറ്റി സോഷ്യൽ. ഞാൻ ചോദിക്കുന്നത് ഈ രണ്ട് സംഭവങ്ങളും തമ്മിൽ, അതായത് കൊടിതോരണങ്ങൾ അല്ല, അതിൻ്റെ പിന്നിൽ മുനിസിപ്പൽ ഉദ്യോഗസ്ഥരുടെ എന്തെങ്കിലും കളികളുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇവർ ചെയ്ത ആ ഗുരുതരമായ തെറ്റിനെ ന്യായീകരിക്കുന്ന സമീപനമാണ് മുനിസിപ്പൽ ചെയർമാൻ സ്വീകരിച്ചത്. അയ്യപ്പന് മുനിസിപ്പൽ ചെയർമാൻ ന്യായീകരിച്ചിട്ടില്ല. എന്നാൽ ജയകുമാർ എന്ന് പറയുന്ന അവിടുത്തെ വാർഡ് കൗൺസിലറാണ് പറയുന്നത് അയ്യപ്പനെ അവിടെ നിർത്തിയിരിക്കുന്നത് തങ്ങളാണെന്ന്. അപ്പോൾ തങ്ങളാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അയ്യപ്പൻ അവിടെ നടത്തിക്കൊണ്ടിരുന്ന എല്ലാ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും അവിടുത്തെ വാർഡ് കൗൺസിലറുടെ ഒരു അറിവുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടി. തീർച്ചയായിട്ടും.
ചെയർമാൻ പറഞ്ഞ അങ്ങനെ ഒരാളെ ഞങ്ങൾ അവിടെ നിർത്തിയിട്ടില്ല എന്നാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.